നിയമസഹായം തേടിയെത്തിയ യുവതിയെ പീഡിപ്പിച്ചെന്ന കേസിൽ മുൻ ഗവൺമെന്റ് പ്ലീഡർ പി.ജി. മനു കീഴടങ്ങണമെന്ന് സുപ്രീംകോടതി. മനു സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളി. 10 ദിവസത്തിനകം കീഴടങ്ങണമെന്നാണ് നിർദ്ദേശം. ശ്യാം ദേവരാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്യാം, നിയമ നടപടിയുമായി മുന്നോട്ടു പോവുകയായിരുന്നു പി.ജി. മനു. പക്ഷേ സുപ്രീംകോടതിയിലും അദ്ദേഹത്തിന് രക്ഷയില്ല. സുപ്രീംകോടതിയിൽ നിന്നും വലിയ തിരിച്ചടിയാണ് പി.ജി. മനുവിന് നേരിട്ടിരിക്കുന്നത്. കാരണം നിയമോപദേശം തേടി എത്തിയ യുവതിയെ ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയെന്ന കേസിൽ പ്രതിയാണ് പി.ജി. മനു. പി.ജി. മനു മുൻ സർക്കാർ അഭിഭാഷകൻ കൂടിയാണ്. ഈ ചോറ്റാനിക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയായതിന് തൊട്ടു പിന്നാലെയാണ് എ.ജി. വിളിച്ചു വരുത്തി പി.ജി. മനുവിന്റെ രാജിക്കത്ത് എടുത്തു വാങ്ങുകയും തുടർന്ന് നിയമവകുപ്പ് പി.ജി. മനുവിനെ പുറത്താക്കുകയും ചെയ്തത്. നേരത്തെ പി.ജി. മനു മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ക്രിസ്മസ് അവധിക്ക് പിരിയുന്നതിന് തൊട്ടു മുമ്പ്, അതായത് ഡിസംബർ 23 പി.ജി. മനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും 10 ദിവസം കീഴടങ്ങാൻ വേണ്ടി സാവകാശം നൽകുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ ഈ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്താണ് സുപ്രീംകോടതിയെ സമീപിച്ചത് പി.ജി. മനു. ഇതിനിടയിൽ ഒരു തവണ ഹൈക്കോടതി 10 ദിവസം കീഴടങ്ങാൻ 10 ദിവസം കൂടി നീട്ടി നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് സുപ്രീംകോടതി ഹർജി പരിഗണിക്കുമ്പോൾ പി.ജി. മനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണ് സുപ്രീംകോടതി ചെയ്തത്. മാത്രമല്ല, ഹൈക്കോടതി പറഞ്ഞ അതേ കാര്യം 10 ദിവസത്തിനുള്ളിൽ കീഴടങ്ങണമെന്ന കർശനമായ നിർദ്ദേശവും കൂടി സുപ്രീംകോടതി വെച്ചിരിക്കുന്നു. 10 ദിവസത്തിനുള്ളിൽ ചോറ്റാനിക്കര പോലീസിൽ പി.ജി. മനു കീഴടങ്ങേണ്ടി വരും. നേരത്തെ നിയമോപദേശം തേടി എത്തിയ യുവതിയെ ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയെന്നതാണ് പി.ജി. മനുവിനെതിരായ കേസ്. ഇതിൽ വാദം നടക്കുമ്പോൾ സംഭാഷണങ്ങളും വീഡിയോ ദൃശ്യങ്ങളും ഉൾപ്പെടെയുള്ള തെളിവുകൾ സംസ്ഥാന സർക്കാർ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ നേരത്തെ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇത്തരം തെളിവുകളെല്ലാം സംസ്ഥാന സർക്കാരിന്റെ എതിർ സത്യവാങ്മൂലത്തിൽ പോലീസ് സുപ്രീംകോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതുകൂടി പരിശോധിച്ച ശേഷമാണ് സുപ്രീംകോടതി ഇപ്പോൾ ഇങ്ങനൊരു നിലപാടെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും പി.ജി. മനുവിന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ ഉടൻ കീഴടങ്ങേണ്ടി വരും, അല്ലെങ്കിൽ പോലീസിനെ അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യമുണ്ട്. നേരത്തെ പി.ജി. മനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ 10 ദിവസം പൂർത്തിയായ ദിവസം, അതായത് ജനുവരി 3-ാം തീയതി പി.ജി. മനുവിന് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. അത് പുത്തൻകുരിശ് പോലീസാണ് ഈ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നത്. ശ്യാമാണ് വിവരങ്ങൾ നൽകിയത്.